മലയാളിയുടെ ഒരു വീട് ഒരു വെള്ളക്കാരൻ എടുത്തിട്ട് കാട്ടിക്കൂട്ടിയ അറാമ്പറപ്പ് എന്ന് പറയാൻ പറ്റില്ല. അതിനെക്കാട്ടും അട്ടാങ്കാലത്തുള്ള പണികളാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഇതെന്തെങ്ങനെ കാണിച്ചു വെച്ചതെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തെങ്ങനെ കാണിച്ചു വെച്ചതെന്ന് അതിൻ്റെ ആൾക്കും വലിയ പിടിപാടൊന്നുമില്ല. പട്ടിക്കാട്ടം വരെ ആ വീട്ടിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടുത്തെ നിയമം അനുസരിച്ചിട്ട് ഒരു കാരണവശാലും പട്ടികൾ റോട്ടിൽ വരെ അപ്പിയിട്ട് കഴിഞ്ഞാൽ ഗ്ലൗസ് എടുത്തിട്ട് ക്ലീൻ ചെയ്യുന്ന ഈ ഒരു രാജ്യത്ത് ഒരു വീട് ഫുള്ള് വാടകയ്ക്ക് എടുത്തിട്ട് ഇമ്മാതിരി പണി കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ആട്ടാങ്കളിതാണ്. അപ്പോൾ നമുക്ക് വിഷയത്തേക്ക് കിടക്കാം. എൻ്റെ ഒരു കൂട്ടുകാരനെ വർഷങ്ങൾക്ക് മുമ്പ് ജോലി കിട്ടിയിട്ട് നാട്ടിൽ നിന്ന് ഹൈദരാബാദിലേക്ക് ഒന്ന് പോയി. അങ്ങനെ പോയി പുള്ളി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞു, അയ്യോ എന്തൊക്കെയാണ് സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് സ്ഥലം, കേരളക്ക് എന്തൊട്ട് കൊള്ളൂല, എനിക്കിപ്പോ എന്താ പറയാ തെങ്ങ് കാണുന്നത് പുച്ഛാണ്, അത്രയും പൊട്ടയാ എന്നും പറഞ്ഞിട്ട് ഭയങ്കര പുച്ഛം ആയിരുന്നു പുള്ളി കാരണത്തിന്. ഞാൻ ഇപ്പോൾ അപ്പാർട്ട്മെന്റിലാണ് നിൽക്കണത്, തെങ്ങിന്റെ വീടത്തുള്ള അപ്പാർട്ട്മെന്റിലാണ് നിൽക്കണേ, മറ്റേത് മറിച്ചത്. അന്ന് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഫ്ലാറ്റുകൾ കാണുന്നില്ല, അതിന്റെ പേരിലാണ് സംഭവം. ഇപ്പൊ പുള്ളി തെണ്ടിത്തിരിഞ്ഞ് നാട്ടിൽ വന്നിരിപ്പുണ്ട്, അതവരിക്കട്ടെ. ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ, നമ്മൾ മലയാളികൾ നമ്മളിങ്ങനത്തെ പുറം രാജ്യങ്ങളിൽ ഇപ്പോൾ കാനഡ, അമേരിക്ക, ഓസ്ട്രേലിയ, വാട്ടവർ അവിടെ പോകുമ്പോൾ കുറച്ച് എല്ലാവർക്കും അല്ല ചില ആൾക്കാർക്ക് ഒരു സ്വഭാവമുണ്ട്. നമ്മൾ മൾട്ടി കൾച്ചറൽ ഇൻറ്റഗ്രേഷനിൽ വന്നിരിക്കുകയാണ്. സോ നമുക്ക് മലയാളികളുടെ ആവശ്യമില്ല, നമുക്കിവിടെ സായിപ്പുണ്ട്, മനസ്സിലാവണ്ട, നമുക്കിവിടെ ബാക്കി ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. സോ നമ്മൾ മൾട്ടി കൾച്ചറൽ ഇൻറ്റഗ്രേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മലയാളികളെ പട്ടിക്ക് സമാക്കിയിട്ട് നടക്കണ കുറേ ആൾക്കാരുണ്ട്. അങ്ങനത്തെ വല്ല നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കാം. മിക്കവാറും ഉണ്ടാവില്ല, കാരണം ഇങ്ങനത്തെ ആൾക്കാർ നമ്മുടെ കമ്മ്യൂണിറ്റിയായിട്ട് അധികം വരില്ല. ഞാൻ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ആൾക്കാർ കാണിക്കണ കുത്സ പ്രവൃത്തികൾ വളരെ മോശമാണ്. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഇവരുടെ കയ്യിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. സത്യമാണ്. സംഭവം എന്താണെന്ന് വെച്ചെങ്കിൽ ഇനി കാര്യത്തിൽ കിടക്കുക, ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ മൾട്ടി കൾച്ചറൽ എന്ന് കൊണ്ട് പോകുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മൾ എന്നൊരു പുള്ളിക്കാരത്തി വിളിച്ച്, അപ്പോൾ പുള്ളിക്കാരത്തിയുടെ വീടാണ് ഈ സംഭവം. പുള്ളിക്കാരത്തി മീൻസ് ഭാര്യ ഭർത്താവൊക്കെ ഉണ്ട് കേട്ടോ, ഫാമിലി ആയിട്ട് ജീവിക്കുന്നവരാ. പക്ഷെ വൈഫാണ് എനിക്ക് വിളിച്ചത്, എല്ലാം അയച്ചു തന്നത്. അവരുടെ വീടാണിത്. അപ്പോൾ അവർക്ക് ഓൾറെഡി ഒരു വീടുണ്ട്. അവർ താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒണ്ടാരിയോയുടെ ഒരു ഹള്ളി ഏരിയയിലാണ്. അവിടെ അത്യാവശ്യം പേര് കേട്ടൊരു കോളേജും ഉണ്ട്. കൊറോണയും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ കോളേജ് പൂട്ടും ചെയ്തു. അപ്പോൾ അവരവിടെ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി ആയിട്ട് ഒരു രണ്ടാമത്തെ ഒരു വീട് മേടിച്ചിട്ട് വാടകയ്ക്ക് കൊടുത്തിരുന്നതാ. ആദ്യം ഇതേമാതിരി വെള്ളക്കാർ സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നു, നല്ല രീതിയിൽ അത് പോയിക്കൊണ്ടിരുന്നു. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇന്ത്യൻസ് നമ്മുടെ പിള്ളേർ കുറെ വന്നു. അപ്പോൾ അവർ കൊടുത്തു. അങ്ങനെ ഇന്ത്യൻസ് ആയിട്ട് ചെറിയ ചെറിയ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവണു. ആ സമയത്ത് മലയാളികളുടെ ഒരു കുത്തൊഴുക്ക് വന്നു. അപ്പോൾ ഈ ഭർത്താവിന് ദേശസ്നേഹം കൂടിയെന്നാണ് ഭാര്യ പറയണേ. അങ്ങനെ ദേശസ്നേഹം കൂടിയിട്ട് ഇത് മലയാളികൾക്ക് പിള്ളേർക്ക് വാടകയ്ക്ക് കൊടുത്തു. അപ്പോൾ ഇവർ പഴയ ആൾക്കാരാ. അപ്പോൾ ഇവരെന്തെങ്കിൽ 2 മാസം കൂടുമ്പോൾ അല്ല മാസം ഇടയ്ക്ക് പോയിട്ട് ഇൻസ്പെക്ഷൻ ചെയ്യുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മലയാളീസിന് കൊടുത്തിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഇൻസ്പെക്ഷൻ ചെന്നപ്പോൾ ഏതാണ്ട് ഇവിടുത്തെ ഒരു കള്ളിൻ്റെ ഗോഡൗൺ പോലെയാണ് ആ വീട് കിടക്കണേ. ഒരു സൈഡിൽ ഇവിടെ കിട്ടാവുന്ന എല്ലാ മദ്യക്കുപ്പികളും കാര്യങ്ങളും, അങ്ങനെ ബിയറിൻ്റെ ക്യാനാണെങ്കിൽ എന്താ പറയുക ഒരു റൂമിൻ്റെ പകുതിയോളാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയണവർ. അത്രയും ആക്കി വെച്ചേക്കണം. വീട് ഒട്ടും ഇതില്ല. തൊട്ടപ്പുറത്ത് ഗാർബേജ് ഉണ്ട്, അത് കളയില്ല, എല്ലാം അടക്കി കൂട്ടി അടുക്കളയിലേക്ക് വെച്ച് അങ്ങനെ നാശകോശാക്കി. അങ്ങനെ പിള്ളേർ പറഞ്ഞു മക്കളെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പം പിള്ളേർ പറഞ്ഞു ഇറങ്ങാതാക്കാനും സൗകര്യപ്പെടില്ല ഞങ്ങളെ പറഞ്ഞു. അങ്ങനെ എന്താ പറയുക കേസും ബുക്കാറായിട്ട് പോവാണെങ്കിൽ മുമ്പായിട്ട് തന്നെ ആ കോളേജ് അടച്ചു. അപ്പം എന്താണെന്ന് വെച്ചെങ്കിൽ ആ പിള്ളേർ അവിടെ നിന്ന് പോയി. അത് ഓൾറെഡി കോഴ്സ് കഴിഞ്ഞ് നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ എന്തൊക്കെയോ മറ്റേ ഇതില്ല നമ്മുടെ തൊപ്പിക്കുന്ന പരിപാടി, അത് കഴിഞ്ഞിട്ട് എന്തായാലും അവർ പോയി കിട്ടി അവിടെ നിന്ന്. അപ്പോൾ അവർ ഉറപ്പിച്ചു, ഭർത്താവും അവർ ഉറപ്പിച്ചു, ഇനി നമുക്ക് ഇന്ത്യൻസ് ആയിട്ടുള്ളൊരു പരിപാടി വേണ്ട. നമുക്ക് ആ വെള്ളക്കാരി ആയിരുന്നപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നല്ലോ, അതിൻ്റെ പേരിൽ സെറ്റാക്കാന്ന് പറഞ്ഞിട്ട് അവർ വീടൊക്കെ നല്ല വൃത്തിയാക്കി അടിപൊളി വാക്കൗട്ട് ബേസ്മെൻറ്റൊക്കെയാണ് കിടുക്കനാക്കി വെച്ചിട്ട് സാധനം വീണ്ടും പരസ്യമിട്ടു. അപ്പോൾ അവിടുത്തെ കോളേജ് പൂട്ടിയതുകൊണ്ട് ആ കുത്തൊഴുക്ക് നിന്നുപോയി. അങ്ങനെ മാന്യമായിട്ട് ഒരു ഇന്ത്യൻസ് വന്നു. അപ്പോൾ ഫാമിലിയാണ്. അവർ പറഞ്ഞു നോ ഇന്ത്യൻസ് ഇല്ല, ഇനി വെള്ളക്കാരായിട്ടുള്ള പരിപാടി മാത്രമേ ഉള്ളൂ, വേറൊരു പരിപാടി എടുക്കില്ല നമ്മളെന്ന് പറയാം. അങ്ങനെ കാത്തിരുന്നു. 1 മാസമായി, 2 മാസമായി, ഒരു 4-5 മാസം കഴിഞ്ഞപ്പോൾ ഒരു വെള്ളക്കാർ വന്നു. അപ്പോൾ നമ്മളിങ്ങനെ മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ ഇവർ കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരുന്ന് ആ സുദിനം വന്നെത്തി. IT-കാരായിട്ടുള്ള ഭാര്യ ഭർത്താവ്, കുട്ടികളില്ല.
അടിപൊളി. വീട് വന്ന് കണ്ടു, ഓ എന്ത് നൈസ് ഹൗസ്, മൈ ഗോഡ്. അവരും പറഞ്ഞു ഇവരും പറഞ്ഞു, തുള്ളിച്ചാടുന്നു. അങ്ങനെ അവരവിടെ താമസം തുടങ്ങി. 5-ാം തീയതിയാണ് വാടക ദിവസം. 3-ാം തീയതി ആകുമ്പോഴേക്കും അക്കൗണ്ടിൽ കാശ് വരും. ശല്യങ്ങളൊന്നുമില്ല. ആ ഒരിടയ്ക്ക് ഓണം വന്നപ്പോൾ ഇവരുടെ വീട്ടിൽ വിളിച്ച് അല്ലെങ്കിൽ സദ്യയും കൊടുത്ത് നല്ല ഗ്രാൻഡായിട്ട് ആഘോഷിച്ച് അങ്ങനെയൊക്കെ പോയി. എന്തിനു പറയണം, ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ വാടക അങ്ങോട്ട് നിന്നപ്പോൾ വിളിച്ചു, എന്താ മക്കളെ വാടകയൊന്നും കണ്ടില്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അയ്യോ അത് പ്രൊജക്റ്റിൽ ചെറിയ പ്രശ്നം വന്നുകൊണ്ടാണ് 2 വീക്സിൽ അത് ഇടാമെന്ന് പറഞ്ഞു. സോറിക്കും പറഞ്ഞു. അത് അർത്ഥമൊക്കെ, കാരണം നല്ല നീറ്റായിട്ട് ഡീൽ ചെയ്യുന്നവരാണല്ലോ. പിറ്റത്തെ മാസമായപ്പോൾ വാടക ഇതേമാതിരി ഷോർട്ടായി. അപ്പോൾ അവർ പറഞ്ഞു പ്രൊജക്റ്റേക്കും പോയി, ഇനി പ്രൊജക്റ്റ് വന്നിട്ട് വേണമെന്ന് പറഞ്ഞു, തരാം എന്ന് പറഞ്ഞു. അങ്ങനെ പോയി ഒരു 3-4 മാസം കൊണ്ട് കഴിഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഒരു പണി ചെയ്യുന്നു, അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല, വിളിച്ച ഫോൺ എടുക്കില്ല, ഇമെയിൽ കമ്മ്യൂണിക്കേഷനും ഒന്നും റിപ്ലൈ ഇല്ല. അങ്ങനെ മുന്നോട്ട് പോവാ സാധനം. അപ്പോൾ ഇവർക്ക് ദേഷ്യം വന്നു. ഇവർ നേരെ പിടിച്ച് വക്കീലിനെ സംഭവം കേസ് ഫയൽ ചെയ്തു. അങ്ങനെ ലോ സൂട്ടിൽ പോയി ഫയൽ ചെയ്ത് ഇവരുടെ ID പ്രൂഫും എല്ലാം കൂടി വെച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയണത് ഇത് ഈ വെള്ളക്കാരുടെ സ്ഥിര ഏർപ്പാടാണ്. ഇവിടെ IT-കാരായിരുന്നെങ്കിൽ തൊട്ട് മുമ്പത്തെ വീട്ടിൽ അവർ ഫിസിയോതെറാപ്പിസ്റ്റുകളായിരുന്നു, അതിന് മുമ്പത്തെ സ്ഥലത്ത് ഒരു ഡോക്ടേഴ്സായിരുന്നു, പിറ്റത്തിലൊരു എഞ്ചിനീയേഴ്സായിരുന്നു. ഇത് ഇവരുടെ സ്ഥിര ഏർപ്പാടാണ്. അപ്പോൾ ഇവർ സത്യം പറഞ്ഞാൽ നല്ല ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ടീമാണ്. അവർക്കാണ് ഈ വീടെടുത്ത് കൊടുത്തേക്കണം ഇവർ. അങ്ങനെ പിന്നെ കേസ് പറഞ്ഞു, പോലീസിൽ നിന്ന് ഷെരീഫിന്ന് അങ്ങനെ എന്തൊരു ഒരാൾ വന്ന് ഇറക്കും, അങ്ങനെ ഒരു സിസ്റ്റം. അങ്ങനെ ഇവർക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കിടക്കണ കാരണം കൊണ്ട് ഈ കേസ് പെട്ടെന്ന് തന്നെ 3-4 മാസം കൊണ്ട് തീരുമാനമായി. അങ്ങനെ ഇവരോട് മറ്റേ പോലീസ് ഒന്ന് ഇറക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് അവർ ഇറങ്ങിപ്പോയി. അങ്ങനെ ഇറങ്ങിപ്പോയിട്ട് പിന്നെ എന്തെങ്കിലും ഇറങ്ങിപ്പോയി, നമുക്കിങ്ങനെ സാധനം എന്തായാലും ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഭാര്യയും ഭർത്താവും കൂടിയിട്ട് ഒരു കുഞ്ഞൊരു വാന വരെയുള്ള ഇതിലുള്ള വീട്ടിലുള്ള ചൂലും തുടയ്ക്കണ സാധനം എടുത്തിട്ട് അങ്ങോട്ട് ചെന്നപ്പോൾ കണ്ട കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. എങ്ങനെ ഇരിക്കണ്? നമ്മൾ ഒരു ആയുസിൽ ഒരു വീടാണ് സാധാരണ ശരാശരി മനുഷ്യൻ്റെ ഒരു അവസ്ഥ. പ്രത്യേകിച്ച് കേരള പോലത്തെ ഒരു ആയത്ത് ഒരു വീട് മേടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല. അപ്പോൾ നമ്മൾ ഒരു വീട് മേടിച്ചിട്ട് അടുത്ത വീടും കൂടി നമ്മൾ മേടിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം നമ്മൾ എഫേർട്ട് ഇടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. നമുക്ക് പ്രത്യേകിച്ച് മലയാളീസിന് നാട്ടിൽ വീടുണ്ടാവും, ഇവിടെ വീടുണ്ടാവും, ഇവിടെ 2-3 വീടുണ്ടാവും. അപ്പോൾ അത് ഭയങ്കര ഒരു എഫേർട്ടാണ് നമ്മൾ എടുക്കുന്നത്. എന്തിനു വേണ്ടി എഫേർട്ട് എടുക്കണം? ചില ആൾക്കാർ പറയും ആക്രാന്തം കൂടിയിട്ടുള്ള അനുഭവിക്കട്ടെ എന്ന്. അല്ല, ഇതൊരു ബിസിനസ്സാണ്. ഒരുപാട് ബിസിനസ്സുകൾ തുടങ്ങും അല്ലേ ഇവിടെ. മലയാളികൾ കൊണ്ട് കുറേ ചായക്കട തൊട്ട് എന്താ പറയുക സ്വർണ്ണക്കട വരെയുള്ള വലിയ വലിയ കച്ചവടങ്ങൾ തുടങ്ങും. ചിലതൊക്കെ പൂട്ടി പോവും, ചിലതൊക്കെ നല്ല രീതിയിൽ പോവും. അതേപോലെ തന്നെയാണ് ഈ ഒരു ബിസിനസ്സും. അപ്പം ഇത് നമ്മൾ ബിസിനസ് ചെയ്യുന്നവർക്കും ആക്രാന്തക്കാരാന്ന് പറഞ്ഞാൽ ലോകം മുന്നോട്ട് പോവില്ല. മനസ്സിലായ? ബിസിനസ്സിന് ബിസിനസ് തന്നെ വേണം. അപ്പോൾ ഇവര് ഈ ഒരു സാധനം ഇങ്ങനെ ചെയ്തു. എന്തിനു പറയണോ, ഈ സാധനം ക്ലീനിങ് അവിടെ ചെന്നപ്പോൾ ഇവരെ കൊണ്ട് എന്താ പറയുക പട്ടിക്കാട്ടോ എല്ലാം കൂടെ ആയപ്പോൾ ഛർദ്ദിച്ചില്ല എന്നുള്ളൂ. ഭാര്യയും ഭർത്താവും കെട്ടും പറയ്ക്ക് നേരെ വീട്ടിലേക്ക് പോന്നു. പിറ്റത്തെ ദിവസം തന്നെ ഒരു ഏജൻസിനെ ഏൽപ്പിച്ചു. അവർ മൊത്തം ക്ലീൻ ചെയ്തു. ഫുള്ള് ബേസ്മെൻറ്റ് റിനോവേഷൻ ചെയ്തിട്ട് കയ്യോടെ ആ വീടങ്ങ് വിറ്റ് വരും. അപ്പോൾ കൊറോണയ്ക്ക് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് വീട് നല്ല കയറി നിൽക്കുന്ന സമയമായിരുന്നു. അത്യാവശ്യം വിലയും കിട്ടി. അവർ നൈസായിട്ട് എസ്കേപ്പായി. അവർ കച്ചവടത്തിൽ ഫിനാൻഷ്യലി അവർക്ക് വലിയ നഷ്ടം ഉണ്ടായില്ല. പക്ഷേ സ്ട്രെസ്സ്, നല്ല രീതിയിൽ സ്ട്രെസ് വന്നു ഇവർക്ക്. അപ്പോൾ ഈ പുള്ളിക്കാരത്തി എന്നെ വിളിച്ച് പറഞ്ഞു അവസാനം ഇപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അവരുടെ മക്കളുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ പതുക്കെ നൈസായിട്ട് ആ സിറ്റിയിൽ നിന്ന് അവർ മാറി. ഇപ്പോൾ കുറച്ചും കൂടി ഒരു എന്താ പറയുക ഈ ഹള്ളി ഏരിയയിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടിയും കുറച്ചും കൂടിയും ജനവാസമുള്ള ഏരിയയ്ക്ക് അവർ വന്നു. അതുകൊണ്ട് അപ്പം ഞാൻ ചോദിച്ചു, അല്ലാണ്ട് ഇനിയിപ്പോൾ വല്ല വീട് പോക്കോടുന്നത് വീട് ഒരെണ്ണം മതി, അതിനുള്ള കളിയുള്ളൂ, ഇനി ഒറ്റ പരിപാടിയില്ല എന്ന് പറഞ്ഞു, ഒരു കേസ് എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഞാനും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വെള്ളക്കാരെ കണ്ട് പഠിക്കണം, ഇത് പഠിക്കരുത്. ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാരിലും കുറച്ച് കുന്തളിപ്പുണ്ട്, ഞാൻ ഇല്ലയെന്ന് പറയണില്ല. പക്ഷേ ഈ വെള്ളക്കാർ ഇവർ പൊട്ടാവുന്നില്ല. മനുഷ്യനുണ്ടായ കാലം തൊട്ടേ പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞ മാതിരി ഈ 2 ഐറ്റംസും ഉണ്ട്. അപ്പം നമ്മുടെ കൂടെ നമ്മുടെ പ്രോപ്പർട്ടി നമ്മളൊരു വീട് മേടിച്ചിട്ട് നമ്മൾ വീട് മേടിക്കാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു എഫേർട്ട് ഉണ്ട്, സ്ട്രെസ് എല്ലാം ഇതിൻ്റെ ഒരു 10% മതി. നമ്മുടെ ആ പ്രോപ്പർട്ടിയുടെ താക്കോല് നമ്മൾ കൊടുക്കണ ആള് നല്ലവനാണോ തെണ്ടിയാണോ എന്ന് തിരിച്ചറിയാനായിട്ട്. അതിന് നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ചെക്കപ്പ് പരിപാടികളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട് ക്രെഡിറ്റ് സ്കോർ നോക്കലുണ്ട്, എംപ്ലോയ്മെന്റ് ഹിസ്റ്ററി എടുക്കലുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങൾ പല ആൾക്കാരും വീട് കൊടുക്കേണ്ട അങ്ങനെയാണ്.
അപ്പോൾ ഇതിന് കുഴപ്പം ഇവിടെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പലരും പറയും നിങ്ങൾക്ക് ഇത് പറയാനുണ്ടോ നമ്മൾ വീട് മേടിച്ചിട്ട് മോർഗേജ് അടയ്ക്കേണ്ടതെന്ന്. ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഇതും കൂടി കാണണം. ഒരു 5-6 മാസം വാടകക്കാരില്ലെങ്കിൽ ഇത് അടഞ്ഞു പോകാനുള്ള വകുപ്പ് നമ്മുടെ കയ്യിൽ വേണം എന്നർത്ഥം. ക്യാപിറ്റൽ എന്ന് പറയും, അല്ലെങ്കിൽ അസറ്റ്. ഈ സാധനം ഉണ്ടെങ്കിൽ ഈ പണിക്ക് നമ്മൾ ഇറങ്ങാവോ. അല്ലാതെ നമ്മൾ വീട് ക്ലോസ് ചെയ്തു അടുത്ത മാസം തൊട്ട് വാടകക്കാർ വരുന്നു നമ്മൾ ലക്ഷാധിപതികളാണോ, ഒരു ചുക്കും നടക്കില്ല. അപ്പോൾ ഈ ബിസിനസ് വാടകയ്ക്ക് കൊടുക്കുന്നത് തെറ്റാ പൊട്ടേ എന്ന് ഞാൻ പറയില്ല, നല്ലത് തന്നെയാണ്. എപ്പോഴാണ് വരണത്? നല്ല കസ്റ്റമറെ കിട്ടുമ്പോഴാണ് ബിസിനസ് വിജയിക്കണേ. അപ്പം അതുകൊണ്ട് അപ്പോൾ പുള്ളിക്കാരത്തിനോട് പറഞ്ഞു ഇത് ഇവിടെ പറയേണ്ട ആവശ്യമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ വന്നുള്ള സ്ഥലത്ത് കുറേ മലയാളികൾ ഇതേമാതിരി വീട് മേടിച്ച് വാടകയ്ക്ക് കൊടുക്കൽ, ബേസ്മെൻറ്റ് വാടകയ്ക്ക് കൊണ്ട് ഭയങ്കര ആയിട്ട് ഇങ്ങനെ നടക്കുക. കാരണം ഇപ്പോൾ കാനഡയിൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ വാടകയ്ക്ക് ആൾക്കാരെ കിട്ടാനില്ല. കാരണം സ്റ്റുഡൻസ് വരുന്നില്ല, മൈഗ്രേഷൻ എന്താ പറയുക ഒന്ന് ചവിട്ടി. അപ്പോൾ ഇതൊക്കെ വീണ്ടും അപ്പാവണം. ആൾക്കാർ വന്നാലല്ലേ താമസിക്കേണ്ട ആവശ്യമുള്ളൂ. ഉള്ള ആൾക്കാർക്ക് 100 പേർക്ക് 2000 വീടുണ്ടായിട്ട് വലിയ കാര്യമുണ്ടോ? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ ഒരു സമയം എന്താ പറയുക ചിന്തിച്ചേ ഈ പണിക്ക് ഇറങ്ങാവൂ എന്ന് വീണ്ടും പറയാണ്. കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേമാതിരി ഒരു പുള്ളിക്കാരത്തി പണി മേടിച്ച് കൂട്ടിയത്. ഒറ്റപ്പണിയിൽ ഒരു പരിപാടി നിർത്തിപ്പോയി. അടുത്ത ഒരു ടീം വിളിച്ച് പറഞ്ഞത് ഞങ്ങൾക്ക് പണി കിട്ടി, ഞങ്ങൾ നിർത്തിപ്പോയി. അപ്പോൾ ഇത് പണി മേടിക്കുന്നതിന് മുമ്പ് 2 വട്ടം ഒന്ന് ചിന്തിക്കുക. ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ ആ വീടിന് താക്കോല് കൊടുക്കുന്നതിന് മുമ്പ് ഇവർ നല്ലവരാണോ കെട്ടവരാണോ എന്ന് നമുക്ക് അന്വേഷിച്ചറിയാനുള്ള എല്ലാ വകുപ്പും ഉണ്ട്. എന്നിട്ട് വേണം ഈ പണിക്ക് ഇറങ്ങാൻ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളെ പ്രോപ്പർട്ടി കൊടുക്കുക. ഇപ്പോൾ എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഒഷാവ യൂണിവേഴ്സിറ്റി കേട്ടിട്ടുണ്ടായിരുന്നു. ഒഷാവയിൽ പുള്ളിക്കൊരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, പുള്ളിയുടെ സ്വന്തം വീട് തന്നെ. അതിൻ്റെ ബേസ്മെൻറ്റിൽ ഇതേപോലെ അവിടെ ഒരു ടീം താമസിക്കാൻ വന്നു. വെള്ളക്കാരാണ്. ആൾക്കും ഇതേമാതിരി മലയാളീസിന് ഭയങ്കര പുച്ഛായിരുന്നു കേട്ടോ. ഇപ്പോൾ ആ മനുഷ്യൻ ഇതേമാതിരി വെള്ളക്കാർ വന്നു, ആവേശമായിട്ട് എടുത്ത് കൊടുത്തു. ഭാര്യയും ഭർത്താവല്ല, മറ്റേ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടാണ് വന്നത്. അങ്ങനെ വന്നു. ഒരു ദിവസം നോക്കിയപ്പോൾ ഭയങ്കര ബഹളം കേട്ടപ്പോൾ ഇയാൾ ഇത് ഭാര്യ കൊണ്ടുവന്ന് ശരിയാക്കി രണ്ട് ബേസ്മെൻറ്റ് ഡോർ കൊണ്ട് നേരെ താഴത്തേക്ക് പുള്ളിയോട് ഓടിച്ചെന്ന് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ പുള്ളി തിരിച്ചു കയറി വന്നു. ഭാര്യ ചോദിച്ചു എന്തായും ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു അത് അവൻ്റെ പ്രോപ്പർട്ടിയാണ്, അങ്ങോട്ട് വടക്കാൻ പാടില്ല നാം പറയണേ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞു. ഭാര്യ പറഞ്ഞു മനുഷ്യൻ നമ്മുടെ വീടല്ലേ. അയ്യോ ശരിയാ, പക്ഷേ ഇപ്പം അത് അവൻ്റെ പ്രോപ്പർട്ടിയാന്ന് പറഞ്ഞു. സംഭവിച്ചാൽ എന്തായിരുന്നെങ്കിൽ ഇയാൾ വലിയ സ്റ്റൈലോടെ ചെന്ന് വാട്ട് ഹാപ്പൻ മാൻ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ് കയറിക്കോളാൻ പറഞ്ഞു. തിരിച്ച് മുകളിലേക്ക് വിട്ടോളാൻ പറഞ്ഞു. ഇത് എൻ്റെ പ്രോപ്പർട്ടി, ഞാൻ കാശ് നിനക്ക് തരുന്ന എൻ്റെ പ്രോപ്പർട്ടി, ഇവിടെ പലതും നടക്കും, ഇറങ്ങിക്കോണം അല്ലെങ്കിൽ ഇപ്പോൾ പോലീസ് വിളിക്കുന്നു പറഞ്ഞു. ഇയാൾ പെട്ടില്ലേ. സ്വന്തം വീട്ടിൽ ഇതാണ് അവസ്ഥ. ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം നോക്കിയപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും പോലീസ് വന്നു, മറ്റേ ഫയർ വരുന്നു, പിടിക്കണു, അവനെ കൊണ്ടുപോകണു, പെണ്ണിറങ്ങിപ്പോണു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവൻ വന്നിട്ട് പറഞ്ഞു എൻ്റെ ഗേൾ ഫ്രണ്ട് എന്നെ വിട്ടിട്ട് പോയി, അപ്പോൾ ഞാൻ ഇവിടുന്ന് പോവാണ്, ഞാൻ കോഴ്സിന് ഡ്രോപ്പ് ചെയ്ത് ഞാൻ പോവാണ്. അപ്പോൾ അതേ പിടിച്ചോന്നിട്ട് താക്കോല് കൊടുത്തു. അന്നതോടുകൂടി പുള്ളി ബേസ്മെൻറ്റ് വാടക കൊടുക്കുന്ന പുള്ളി നിർത്തി. ഇത് ഞാൻ പറഞ്ഞത് നമ്മുടെ കൂടെ നമ്മൾക്ക് കിട്ടുന്ന ഈ ടെനൻസ് എന്നുള്ള നമ്മുടെ വാടകക്കാർ നല്ല ആൾക്കാരാണെങ്കിൽ നമ്മുടെ ആ ഒരു പൾസ് അനുസരിച്ച് പോകുന്നതാണെങ്കിൽ അടിപൊളിയാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി. അവന് ഒരു കുഞ്ഞൊരു കൊച്ചുണ്ട്. അപ്പോൾ ഈ കൂട്ടുകാരൻ എന്നെ വിളിക്കുന്നത് ചേട്ടാന്നാ, കാരണം നമ്മുടെ അതിനെ പുള്ളിയുടെ അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ കൊച്ചിനെ എടുത്തപ്പോൾ 1 വയസ്സുള്ള കൊച്ചിനെ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു എടാ അതെ അപ്പൻ്റെ ചേട്ടൻ വല്യപ്പനടാ എന്ന് പറഞ്ഞു. ഞാൻ അവനോട് പറഞ്ഞൊരു കാര്യമുണ്ടേ, നമുക്ക് എന്തായാലും ഇപ്പോൾ സ്വന്തക്കാരൊന്നും കൂടി ഇല്ല. അപ്പോൾ നമുക്ക് ഉള്ള വല്യപ്പന്മാർ ഇളയപ്പന്മാരേക്ക് അങ്കിൾമാരേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ. അപ്പോൾ നമ്മൾ എന്താ പറയുക കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള ആൾക്കാർ മുഴുവൻ നമ്മുടെ ബന്ധുക്കളായി മാറുന്ന അവസ്ഥയാണ് ഈ പ്രവാസം എന്നുള്ള സെറ്റപ്പിൽ നിൽക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് മലയാളികൾ പൊട്ടയാണ്, മലയാളികളുമായിട്ട് ഇടപെടാൻ കൊള്ളില്ല എന്ന് പറയുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ വെള്ളക്കാരാണെങ്കിലും അത്ര നല്ലവരൊന്നുമില്ല. പ്രാന്തിൻ്റെ ഏതവസ്ഥയിലും ഇമ്മാതിരി പണി എല്ലാവരും കാണിക്കും. അതിൽ കൊള്ളാവുന്ന ആൾക്കാരാരാ? നമ്മുടെ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആൾക്കാർ ചെയ്യുന്ന തെണ്ടിത്തരങ്ങൾ നമ്മൾ വിളിച്ചു പറയും, പക്ഷെ നല്ലത് നമ്മൾ പറയും. ഒരു മലയാളി ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും മോശപ്പെട്ട അവസ്ഥയിൽ ഈ സാധനം കൊണ്ട് എത്തിക്കില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. വീടേക്ക് മാറി കൊടുക്കുന്ന നല്ല കാര്യം തന്നെയാണ് കേട്ടോ. ഒരിക്കലും പൊട്ട കാര്യമില്ല. ശ്രദ്ധ, കരുതൽ വേണം, കരുതൽ. അന്നപ്പോൾ നടക്കട്ടെ. വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയിട്ട്. ശരി.